നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലബനനിൽ കയറി തലങ്ങും വിലങ്ങും ഇസ്രയേൽ അടി തുടങ്ങിയതോടെ ടെഹ്റാനിൽ ചെന്ന് നിലവിളിക്കുകയാണ് ഹിസ്ബുള്ള. ഹമാസിനെ തീർത്തുകെട്ടി മുന്നേറുകയാണ് IDF. ഇറാൻ ഇനി കയ്യിലുള്ള ആയുധം ഹിസ്ബുള്ള മാത്രമാണ്. അവരെയും IDF കത്തിച്ചാൽ ടെഹ്റാന്റെ പരിപ്പിളകും. റെയ്സിയുടെ മരണത്തിന് പിന്നാലെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. ലബനനിൽ ഇനി ഒരടിയെടുത്തു വെച്ചാൽ ജൂതരുടെ തലയെടുക്കുമെന്ന് വെല്ലുവിളി. തൊട്ടുപിന്നാലെ ഇസ്രയേലിന്റെ മറുപടി. അത് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്ക് ടെഹ്റാൻ ഒരു പിടി ചാരമായിരിക്കും. യുദ്ധക്കളത്തിൽ ഇസ്രയേലും ഇറാനും വാക്പോര് തുടങ്ങിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇതോടെ ഭയപ്പാടിൽ. ഗോലാൻ കുന്നിൽ ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ളയുടെ കൈ പൊള്ളിക്കുന്നത്. രാത്രിയിലും പകലും എന്നില്ലാതെ ജൂതപ്പട തീമഴ പെയ്യിക്കുകയാണ് ലബനനിൽ. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ നാശത്തിനാണെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. ഇസ്രയേലിന്റെ സൈനിക ആക്രമണം മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും യുദ്ധത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി ഞായറാഴ്ച പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അത്തരം മണ്ടത്തരങ്ങൾക്കുള്ള പ്രത്യാഘാതങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഉത്തരവാദി സയണിസ്റ്റ് ഭരണകൂടമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും സഖ്യകക്ഷികളും ഇസ്രയേലിനുമേൽ അടിച്ചേൽപ്പിച്ച സമവാക്യങ്ങൾ കാരണം മജ്ദൽ ഷംസ് സംഭവത്തിന് ശേഷം ടെഹ്റാൻ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ലബനനിലെ ഇറാന്റെ ദൂതനായ മൊജ്തബ അമാനി എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ താൽപര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ലബനനിൽ ഹിസ്ബുള്ളയുമായി സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ വലുതായിരിക്കും. യുദ്ധം അതിരുവിട്ടുപോയാൽ ഇറാനും അതിൽ പങ്കാളികളാകും. അതൊരു ഘോര യുദ്ധമായി മാറും. ഇസ്രയേൽ ഒതുങ്ങണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ലബനന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ അത് ഇസ്രയേലിന് ദോഷം ചെയ്യും. ഹിസ്ബുള്ളയുടെ ശക്തി സയണിസ്റ്റ് ഭരണകൂടം കണക്കുകൂട്ടുന്നത് പോലെ നിസ്സാരമല്ല. വലിയ വില കൊടുക്കേണ്ടി വരും ജൂതപ്പടയെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഒക്ടോബർ 7 ഇസ്രയേലിൽ നുഴഞ്ഞുകയറി ഹമാസ് നടത്തിയ ആക്രമണമുണ്ടല്ലോ, അതിന്റെ 10 മടങ്ങ് പവറായിരിക്കും ഹിസ്ബുള്ള ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാലെന്ന് ഇറാന്റെ വെല്ലുവിളി. ഒരേ സമയം പല ശക്തികളോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഗാസയിൽ ഹമാസിനെ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ ആ യുദ്ധത്തിലേക്ക് ഒളിച്ചു കടന്ന് പിന്നിൽ നിന്ന് കുത്താൻ നോക്കി ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഇറാനും ഉൾപ്പെട്ട അച്ചുതണ്ട്. ഈ ശത്രുക്കളോടെല്ലാം ഒരേ സമയത്താണ് ഇസ്രയേൽ പോരാടുന്നത്. ലബനന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത് ഇറാന്റെ മണ്ടത്തരമെന്ന് മറുപടി കൊടുത്ത് ഇസ്രയേൽ സൈന്യം. ഹിസ്ബുള്ളയ്ക്ക് പൊള്ളിയതോടെയാണ് ഇപ്പോൾ ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് പുത്തരിയല്ല എന്നും ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ജൂതപ്പടയുടെ മുന്നറിയിപ്പ്. ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ ചർച്ചകളിലും വാഷിംഗ്ടണിന്റെ നേതൃത്വം വഹിക്കുന്ന CIA ഡയറക്ടർ ബിൽ ബേൺസ് ഞായറാഴ്ച കൂടിക്കാഴ്ചയ്ക്കായി യൂറോപ്പിൽ എത്തിയിരുന്നു. ഖത്തർ, ഈജിപ്ത്, ഇസ്രയേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാവരും റോമിൽ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതും മറ്റ് കരാറുകളിൽ ഏർപ്പെടുന്നതിനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഈ സംഘർഷം മധ്യസ്ഥ ചർച്ചകളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഗാസയ്ക്കെതിരായ യുദ്ധം മേഖലയിലുടനീളം വ്യാപിക്കുന്ന സംഘർഷത്തിന്റെ മൂല കാരണമായി തുടരുന്നു. കൂടാതെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അംഗങ്ങൾ എൻക്ലേവിൽ പലസ്തീനികളെ കൊല്ലുന്നത് നിർത്തുകയും മാനുഷികത അനുവദിക്കുകയും ചെയ്താൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. ഞങ്ങൾ പലസ്തീനികളെ അല്ല ലക്ഷ്യം വെക്കുന്നതെന്നും ഹമാസിന്റെ അവസാന കണ്ണിയുടെ തലയെടുക്കുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇസ്രയേൽ പറയുന്നു. എന്നാൽ ഒരു വഴിക്കൂടെ ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ള ഇത്തരത്തിൽ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതും ഇസ്രയേൽ തിരിച്ചടി കൊടുത്തതും. ഇത് മധ്യസ്ഥ ചർച്ചകൾക്ക് വലിയ രീതിയിൽ എതിരായി ബാധിക്കുമെന്ന വാദം ഉയരുന്നു. അധിനിവേശ ഗോലാൻ കുന്നുകൾ സിറിയ, ലബനൻ എന്നിവിടങ്ങളിൽ കൂടുതലായി താമസിക്കുന്ന അറബ് സംസാരിക്കുന്ന വംശീയ മത ന്യൂനപക്ഷമായ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലാണ് മജ്ദൽ ഷംസ് സംഭവം നടന്നത്.
കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളിൽ പലരും ഇസ്രയേൽ പൗരത്വം വഹിക്കുന്നില്ലെങ്കിലും സാങ്കേതികമായി സിറിയൻ പൗരന്മാരാണെങ്കിലും ഇവരെ ഇസ്രയേൽ പൗരന്മാരെന്ന് പ്രഖ്യാപിക്കാൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തയ്യാറായി. ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാർക്കൊപ്പം ഗ്രൂപ്പിലെ 20,000-ലധികം അംഗങ്ങൾ താമസിക്കുന്ന അധിനിവേശ പ്രദേശത്തെ 4 ഗ്രാമങ്ങളിലൊന്നാണ് മജ്ദൽ ഷംസ്. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ കീഴടക്കി. പിന്നീട് UN സുരക്ഷാ കൌൺസിൽ അപലപിച്ചിട്ടും 1981-ൽ അത് പിടിച്ചെടുത്തു. പ്രദേശം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സിറിയൻ ശ്രമങ്ങളെയും ഇസ്രയേൽ ചെറുക്കുന്നു. അധിനിവേശ ഗോലാൻ കുന്നുകൾ ഇപ്പോഴും അന്താരാഷ്ട്ര സമൂഹം സിറിയൻ പ്രദേശത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നു. തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള സിറിയയുടെ മറ്റു ഭാഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഇസ്രയേലിനെ അനുവദിക്കുന്ന ഒരു പർവ്വതനിരയാണ് അധിനിവേശ ഗോലാൻ കുന്നുകളെന്ന് സെന്റർ ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റഡീസിലെ നോൺ റെസിഡന്റ് ഫെലോ മൗയിൻ റബ്ബാനി അൽ ജസീറയോട് പറഞ്ഞു. ഇസ്രയേൽ ലബനനിൽ കയറി അടിച്ചതോടെ ഹിസ്ബുള്ളയുടെ രോദനമുയരുകയാണ്. ഗോലാൻ കുന്നിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വാദിക്കുന്നത്. തൊട്ടുപിന്നാലെ തന്നെ ഹിസ്ബുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്നത് ഞങ്ങൾ നിഷേധിക്കുന്നു. ഫുട്ബോൾ മൈതാനത്ത് പതിച്ചത് ഇസ്രയേലി ആന്റി റോക്കറ്റ് ഇന്റർസെപ്റ്റർ പ്രോജക്ടൈലാണെന്ന് ഹിസ്ബുള്ള അധികൃതർ ഐക്യരാഷ്ട്രസഭയോട് പറഞ്ഞതായി പേര് വെളിപ്പെടുത്താത്ത ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് US ആസ്ഥാനമായുള്ള ആക്സിയോസ് വാർത്താ വെബ്സൈറ്റ് പറഞ്ഞു. എന്നാൽ മാരകമായ ആക്രമണത്തിന് ലബനീസ് ഗ്രൂപ്പാണെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഇറാൻ നിർമ്മിത ഫലക് 1 റോക്കറ്റ് ഫുട്ബോൾ മൈതാനത്ത് വീണതിന്റെ തെളിവുകൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. തെക്കൻ ലബനനിലെ ഷെബായിലെ ലോഞ്ചിംഗ് സൈറ്റിൽ നിന്ന് ഒരു ഹിസ്ബുള്ള കമാൻഡർ ആക്രമണത്തിന് നേതൃത്വം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. റോക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് എല്ലാ സൂചനകളും ഉണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. യുദ്ധം മുറുകുകയാണ്. ഇപ്പോൾ ഈ കളത്തിലേക്ക് ഇറാനും കൂടി ഇറങ്ങിയിരിക്കുന്നതാണ് വലിയ ഭീതി പടർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.